അങ്ങനെയല്ല, ഞാനൊരു അണിയറയിൽ ഇരുന്ന് വെറുതെ പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് നിണം കെട്ടണം. അപ്പൊ നമ്മളൊക്കെ നിണം കെട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? കൂടെ ഉണ്ടായിരുന്ന കലാകാരന്മാരൊക്കെ ചേച്ചി അതൊരു സംഭവം കേട്ടോ, അത് നന്നായിരിക്കും ചേച്ചി, ഒന്ന് ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാന്നും ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എല്ലായിടത്തുനിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഈ അനുരാജ് വിളിച്ചിട്ട് പറയാം, ചേച്ചി ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ നരാസുരതും വെക്കാം, നക്കറുണ്ടി ചേച്ചി നണം കെട്ടാം എന്ന് ചോദിച്ചു. അപ്പൊ കെട്ടാന്നൊക്കെ പറയുമ്പോ ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞത് പഠിക്കാൻ ദേവസ്വന്റെ അടുത്ത് നിന്നു. പുള്ളി അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നക്കറതുണ്ടി കളിച്ചു, അത് കഴിഞ്ഞു നേരെ ചെന്നു. ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞിട്ടാണ് നണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളെ നെറ്റിയിലും മറ്റേതുപോലെ തൊടുന്ന പോലെ ഇവര് ഇത് നെറ്റിയിൽ തൊട്ടപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെ വിറയ്ക്കണമെന്ന് എനിക്കറിയാം. ഇതെല്ലാം കെട്ടി കഴുത്തിലൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങടെ അനങ്ങാൻ വയ്യാന്ന് മനസ്സിലായി. നല്ല ഭാരം ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ ആ ഗേറ്റിന്റെ അവിടെ ചെന്ന് നിൽക്കുന്നവരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേക്കും പുറകിന്നും മുമ്പിന്നും സൈഡിൽ നിന്നൊക്കെ ആളുകൾ കൂടെ കൂക്കാണ്. നമ്മൾ കരയണുണ്ട്, അയ്യോന്ന് കരയണുണ്ട്. നമുക്ക് കേൾക്കണം എന്നറിയാം ഈ ശബ്ദവും കുറെ തീയും ജനസമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ജനം കഥകളിയാണ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ സ്റ്റേജിന്റെ അടുത്ത് നിന്ന് ആ താഴെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ചെണ്ടേ മതിലൊക്കെ കൊട്ടറ പിള്ളേരുടെ മുഖത്ത്, ഇപ്പൊ നേരത്തെ സാരംഗിയുടെ മുഖത്ത് കണ്ട അതേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത് ഇത് കഴിഞ്ഞു ഞാൻ വന്ന് ഇരുന്നു എന്നുള്ളത്. അതുവരെ വന്ന സമയമൊന്നും എനിക്കറിയില്ല. കലാകാരന്മാരോടുള്ള നന്ദിയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനൊരു ആഗ്രഹിച്ചൊരു കാര്യത്തിന് അവരാണത് ശരിക്കും ആവിഷ്കരിച്ച് തന്നെ.